ഈ വീഡിയോ വേറൊന്നുമല്ല. ഡയലക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രഷർ വാഷറുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പ്രഷർ വാഷർ ആരും എടുക്കാതിരിക്കുക. കാരണം ഞാൻ ഈ റിവ്യൂവും കാര്യങ്ങളും കുറേ പേരുടെ ഇതെല്ലാം കണ്ട്, ഇതെല്ലാം പ്രൊമോഷൻ വീഡിയോ ആണെന്ന് തോന്നുന്നു, ഇതെല്ലാം കണ്ട് മേടിച്ചൊരു സാധനമാണ് ഈ ഡയലക്റ്റിൻ്റെ പ്രഷർ വാഷർ. മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാർച്ചറിൻ്റെ പ്രഷർ വാഷറാണ്, വർഷങ്ങളോളം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് സർവീസിങ്ങും കാര്യങ്ങളും സ്പെയർ ആണെങ്കിൽ പോലും നമുക്ക് കിട്ടും. ഇതിപ്പോൾ എന്നെ വർഷം എന്ന് പറഞ്ഞാൽ 11,000 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചതാണ്. കാരണം 200 അത്രയും പ്രഷറൊക്കെ ഇപ്പോൾ അവർ പറയുന്നുണ്ട്. സാധനം കിട്ടിയപ്പോൾ നല്ലതായിരുന്നു. പക്ഷേ ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 10-15 താഴെ, വളരെ ചുരുക്കം. അത്ര ഞാൻ ഇത്ര നാളുകൊണ്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഒരു 9 മാസമായിക്കാണ് ഞാൻ മേടിച്ചിട്ട്. അണ്ടർ വാറണ്ടിയിൽ കിടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഇതിൻ്റെ ഫോഴ്സ് അങ്ങ് കുറഞ്ഞു. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന നമ്മുടെ ഈ ഹോസുണ്ട് പ്രഷർ വാഷറിൻ്റെ, അതിൻ്റെ റബ്ബറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല. പെട്ടെന്ന് സാധനം പോവും. അങ്ങനൊരു സംഭവം വരാൻ പാടില്ലാത്തതാണ്. അത് പെട്ടെന്ന് പോയിട്ട് അവിടെ ലീക്ക് വരും. പിന്നെ പ്രഷർ കുറയും. പിന്നെ അവസാനം പ്രധാന പ്രശ്നം നേരിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും വീട്ടിലെ ELCB സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പാവും. ഒന്നെങ്കിൽ MCB ട്രിപ്പാവും, അല്ലെങ്കിൽ ELCB ട്രിപ്പായി പോവും. ഇതിപ്പോൾ ഇവർക്ക് കസ്റ്റമർ കെയറും കാര്യങ്ങളും ഉണ്ടാകാൻ നമ്പറിൽ വിളിച്ച് കഴിയുമ്പോഴത്തേനും നേരെ വാട്സപ്പിലോട്ടാണത് പോകുന്നത്. വാട്സപ്പിൽ നമ്മുടെ കംപ്ലയിൻറ്റ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയോളമായിട്ട് ഇതിനെ കംപ്ലയിൻറ്റ് അയച്ചുകൊണ്ടിരിപ്പുണ്ട്. അവർക്ക് ഇമെയിൽ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഇവരിങ്ങനെ റിട്ടേൺ വെക്കും. റിട്ടേൺ വെച്ചിട്ട് ആ റിട്ടേൺ ക്യാൻസലാവും. ഇതിങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നതല്ല. ഇവരുടെ സൈഡിൽ നിന്ന് ഒരു ഇതില്ല. മാത്രമല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കൊരു ഓഫീസോ സർവീസ് സെൻ്ററോ ഒന്നുമില്ല. അങ്ങനൊരു സ്ഥാപനമില്ല നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേനും. അതായത് വാറണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വാറണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്ഥലം വേണമല്ലോ. അങ്ങനൊരു സംവിധാനം ഇവർക്കില്ല. നമുക്ക് ഒരു കസ്റ്റമർ കെയർ വിളിച്ച് നമ്മുടെ കംപ്ലയിൻറ്റ് ഭാഗം പറയാൻ പറ്റുന്ന രീതിയിലൊന്നും ഒരു സംവിധാനവും നിലവിൽ ഇവർക്കില്ല. എല്ലാം ചൈനയുടെ സാധനമാണ്. അതുകൊണ്ട് അതിൽ മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടും മേടിക്കുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഫ്ലിപ്കാർട്ടിലാണ് കിടക്കുന്ന സാധനം, ആമസോണിലുണ്ടെന്ന് തോന്നുന്നു. ഫ്ലിപ്കാർട്ടിലെ റിവ്യൂസ് ഓൾമോസ്റ്റ് ഫേക്കാണ് എടുത്ത് കിടക്കുന്നത്. കാരണം എല്ലാം പെയ്ഡ് റിവ്യൂ ആണ് കിടക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ഈ സാധനം കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് റിവ്യൂ ഇടണം എന്ന് പറഞ്ഞുകൊണ്ടും കൂടെ ഇവർക്ക് റൂളുണ്ട്. അഡീഷണൽ വാറണ്ടി 6 മാസത്തെ കിട്ടാനായിട്ട് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. വാറണ്ടി കിട്ടിയിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു? നമ്മളെവിടെ പോകാനായിട്ട്, ഇത് ക്ലെയിം ചെയ്യാനായിട്ട്? ഒരു ഓഫീസർ ഞാൻ പലതവണ ഇവർക്ക് എന്നാൽ കൺസ്യൂമർ കോർട്ട് വഴി കേസ് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് തന്നെ മെയിൽ അയച്ചാൽ നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ അഡ്രസ്സും ഇവർ അയച്ചു തരുന്നില്ല. ഒരു വാല്യൂ 1 റീറ്റെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനൊരു അഡ്രസ്സ് മാത്രമേ ഇവർക്കുള്ളൂ. ഈ യൂട്യൂബ് പിന്നെ ഇൻസ്റ്റ ഇതിനകത്തെല്ലാം പേജസ് ഉണ്ടെന്നല്ലാതെ പ്രോപ്പറായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ല ഈ ഒരു പ്രൊഡക്റ്റിന്. സോ ആരെങ്കിലും പ്രഷർ വാഷർ മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇത് നോക്കുക. വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അണ്ടർ വാറണ്ടിയിൽ നമുക്കത് മാറി കിട്ടുമോ, റിപ്പയർ ചെയ്യുമോ, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്ഷൻ ആണോ, അതായത് എൻ്റെ സ്പെയർ ആണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നമുക്കത് കിട്ടും എന്നുറപ്പുള്ളൊരു സാധനം മേടിക്കുക. അത്രേ ഉള്ളൂ കാര്യം. ഞാൻ പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സാധനം ഞാൻ ഇട്ട് തരാം, എൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ളത്. ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനത് റിട്ടേൺ പാക്ക് ചെയ്ത് വെച്ച് ഒരു 1.5 ആഴ്ച ആയപ്പോഴത്തേനും എന്നിട്ട് റിട്ടേൺ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ഈ പ്രൊഡക്റ്റ് പൊട്ടിക്കുന്ന വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് എടുത്തതാണ്.